നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു പൈനാപ്പിൾ ജാമാണ്. ഇപ്പം മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് നമുക്കറിയാം പൈനാപ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി അധികം വെള്ളമൊക്കെ കയറി അധികം രസം ഉണ്ടാവില്ല പൈനാപ്പിളൊന്നും കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ പൈനാപ്പിളൊക്കെ വെച്ച് ജാം തയ്യാറാക്കുവാണെങ്കിൽ അത് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നാച്ചുറൽ ഫ്രൂട്ട് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ജാമും കഴിക്കാം നമുക്ക്. ഈ പൈനാപ്പിൾ ജാം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ പൈനാപ്പിൾ ജാം തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ മുള്ളെല്ലാം ചെത്തി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കത്തെ ആ കൂഞ്ഞെല്ലാം കളയണം നമുക്ക്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരയ്ക്കണം. അരച്ചിട്ട് എത്ര കപ്പുണ്ടെന്ന് നോക്കണം. എത്ര കപ്പ് ഒത്തിരി തിന്നായിട്ട് അങ്ങനെ അരയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. പക്ഷെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കിട്ടിയേക്കുന്ന പോലെ അരയണം. ഇത് അരഞ്ഞിട്ട് നമുക്കിനി ഇത് എത്ര കപ്പ് ഉണ്ടെന്ന് നോക്കാം. നമ്മൾ അത്രയും പൈനാപ്പിൾ അരച്ചു. പൈനാപ്പിൾ അരച്ചു കഴിഞ്ഞപ്പം ഇത് 14 കപ്പ് പൈനാപ്പിൾ അരച്ചതുണ്ട്. ഇത് ഒത്തിരി അങ്ങോട്ട് സ്മൂത്തായിട്ട് അരയേണ്ട ആവശ്യമില്ല. വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമോ അത്രയും അരച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇപ്പം 14 കപ്പ് പൈനാപ്പിൾ ഉള്ളതുകൊണ്ട് അത് 2:1 ആണ് പൈനാപ്പിളും പഞ്ചസാരയും തമ്മിലുള്ള റേഷ്യോ. അപ്പം നമ്മൾ 7 കപ്പ് പഞ്ചസാര എടുക്കണം. ഇത് ഞാൻ 7 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാര ചേർക്കാം. അപ്പം നിങ്ങളുടെ പൈനാപ്പിളിന് മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്താൽ മതി. കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ഇത്രയും പഞ്ചസാര ചേർത്ത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മധുരം കുറവാണ് ഇഷ്ടമെങ്കിൽ ഇത്രയും പഞ്ചസാര ചേർക്കണം എന്നില്ല. അതുപോലെ തന്നെ കറുവാപ്പട്ടയുടെ കഷ്ണങ്ങൾ 2 കഷ്ണം ചേർക്കുകയാണ്. ഇനി കറുവാപ്പട്ട അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി ആണെങ്കിലും ചേർത്താൽ മതി. ഇഞ്ചി ആണെങ്കിൽ അത് നമ്മളൊന്ന് അരിഞ്ഞിട്ട് ചേർക്കണം. അതുപോലെ ജാം റെഡി ആയി കഴിയുമ്പം ആ ഇഞ്ചി കഷ്ണങ്ങൾ മാറ്റിയിട്ട് വേണം നമ്മൾ കുപ്പിയിലിട്ട് പകർത്താനായിട്ട്. ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര നന്നായിട്ട് ഇളക്കി ഇതൊന്ന് അലിക്കണം. നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീരോട് ചേർത്ത് കൊടുക്കണം. ഇത് 4 നാരങ്ങയുടെ നാരങ്ങ നീരാണ്. ഒരു പുളിരസത്തിനും ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നത്. പക്ഷെ നാരങ്ങാനീര് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ പഞ്ചസാര ആവശ്യമുണ്ടാവും. ഇതാ പഞ്ചസാര അലുത്ത് നന്നായിട്ട് ചൂടായി തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം പഞ്ചസാര കുറവാണ്. അപ്പം നമുക്ക് ഈ ബാക്കി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അലുത്തിട്ടുണ്ട്, മധുരം കുറവാണ്. അപ്പം ഞാൻ ഈ ബാക്കി പഞ്ചസാര, അതായത് ഇപ്പം 14 കപ്പ് പൈനാപ്പിൾ അരച്ചതിലേക്ക് ഞാനിപ്പം 7 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 നാരങ്ങയുടെ നാരങ്ങാനീരും ചേർത്തിട്ടുണ്ട്. 2 വലിയ കഷ്ണം കറുവാപ്പട്ടയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കിനി തീ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പം നല്ല ലൂസായിട്ട് കണ്ടോ, നല്ല ജ്യൂസ് പോലെ വെള്ളം പോലെയാണ്. പക്ഷേ ഇത് നമുക്ക് ഇനി നല്ല തിക്കായിട്ട് കിട്ടും. ജാമിൻ്റെ ആ കൺസിസ്റ്റൻസി തന്നെ കിട്ടും. അതിന് കുറേ സമയം തീ കുറഞ്ഞ തീയിൽ നമ്മളിങ്ങനെ വെള്ളം പറ്റിച്ചെടുക്കണം. ഇതാ നമ്മുടെ പൈനാപ്പിൾ ജാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തീ നിർത്താം. ഇനി നമ്മൾ എങ്ങനെയാണ് റെഡി ആയെന്ന് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചൊരു പ്ലേറ്റാണ്. ആ പ്ലേറ്റിലോട്ട് കുറച്ച് ജാം ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇത് ചെയ്ത് കഴിയുമ്പം ഒത്തിരി ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ താഴോട്ട് വരാതെ ഇരുന്നാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ജാറിലേക്ക് പകർത്താം. അപ്പം ഇത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈ കുപ്പിയിലേക്ക് നമ്മൾ പകർത്തുമ്പം താഴെ ഒരു തടിയുടെ എന്തെങ്കിലും വെക്കണം. അതുപോലെ തന്നെ ഒരു സ്പൂണും ഈ ജാറിലിട്ട് കഴിഞ്ഞാൽ ആ ചൂട് പെട്ടെന്ന് അബ്സോർബ് ചെയ്തിട്ട് ഈ കുപ്പി പൊട്ടാതെ ഇരിക്കും. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ള കുപ്പി അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് നല്ല സ്റ്റെറിലൈസ്ഡ് കുപ്പിയിലായിരിക്കണം നമ്മളെപ്പോഴും ജാമൊക്കെ പകർത്തി വെക്കേണ്ടത്. അതായത് കുപ്പി നല്ല ചൂടുവെള്ളം ഒഴിച്ച് കഴുകി അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് ഒട്ടും വെള്ളമയോ ഇല്ലാത്ത റെഡിയാക്കി വെച്ചേക്കുന്ന കുപ്പിയിലേക്ക് വേണം നമ്മൾ ഈ ജാം പകർത്താനായിട്ട്. ഇനി നമുക്ക് ഈ ജാം പകർത്തുന്നതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് കറുവാപ്പട്ട ഇട്ടിരുന്നല്ലോ. അപ്പോൾ ആ കറുവാപ്പട്ട ഒന്ന് എടുത്ത് മാറ്റണം.
നമ്മളിന്ന് തയ്യാറാക്കിയത് പൈനാപ്പിൾ ജാമാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഈ ജാം തയ്യാറാക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മഴയൊക്കെ തുടങ്ങിയ സമയമായതുകൊണ്ട് പൈനാപ്പിൾ ഇനി അധികം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, വെള്ളമൊക്കെ കയറും. അപ്പം നിങ്ങൾ ഇങ്ങനെ പൈനാപ്പിളൊക്കെ ധാരാളമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ജാം തയ്യാറാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.